ഈ നമ്മുടെ ഈ 7 ചക്രങ്ങളെ, അടിസ്ഥാന ചക്രങ്ങളെ പറഞ്ഞല്ലോ, ഇതില് ചിലതിന് എനർജി കൂടുതലും ചിലതിന് എനർജി കുറവും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെയും വരാം. അങ്ങനെ വരാന്ന് പറഞ്ഞാൽ ചക്രങ്ങൾ ബാലൻസ്ഡ് അല്ലാതെ വരാം. ബാലൻസ് അല്ലാതെ വരുന്ന സമയത്ത് അതിന്റെ കാരണം എന്തായിരിക്കും? ഇപ്പൊ ചില വിശുദ്ധി കൂടുതലാണ്, ചിലത് കുറഞ്ഞു നിൽക്കുന്നു. അതിന് വെച്ചാല് നമ്മള് പല മേഖലകളിൽ ഇടപെടുന്ന സമയങ്ങളിൽ ചില സമയത്ത് ഇപ്പം നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പം നമുക്കറിയാം ഈ സെയിൽസിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ നോക്കിയറിയാം. താങ്കൾ തന്നെ വളരെ പുലിയായിരുന്നു സെയിൽസ് അല്ലെ? അപ്പം അന്നേരം താങ്കളുടെ വിശുദ്ധി വളരെ പവർഫുൾ ആണ്, ആക്ടിവേറ്റ് ആണ്. അപ്പം വിശുദ്ധി ആക്ടിവേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സെയിൽസ്മാൻ ആകാൻ പറ്റില്ല, നല്ലൊരു ടീച്ചർ ആകാൻ പറ്റില്ല, നല്ലൊരു ഗുരുവാകാന്ന് പറഞ്ഞാൽ അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്രെയിനർ ആകാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആ ഒരു തടസ്സങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിപ്പം പല കാരണങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ വരാം. ഇപ്പൊ നമുക്കൊരു ആത്മഭയം ഉണ്ടായാൽ തന്നെ ഇപ്പം മൂലാധാരം, നമുക്കൊരു ആത്മഭയം ഉണ്ടായി, അത് ആ മൂലാധാര ചക്രത്തെ ബാധിച്ചു. അപ്പം പിന്നെ എന്തായി, നമുക്ക് അകാരണമായ ഭയങ്ങളൊക്കെ ഉണ്ടാകുന്ന മൂലാധാരത്തെ അത് ബാധിക്കും. അപ്പം ഇതെല്ലാം എന്ന് വെച്ചാൽ ഇംപ്രഷൻസ് ആണ്, നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഇംപ്രഷനാണ്. അപ്പൊ നമുക്ക് ആ ഇംപ്രഷൻ ഏത് രീതിയിൽ ആ എനർജിയെ ലോസ് ആക്കുന്നു അതനുസരിച്ച് ആ ചക്രം ബ്ലോക്ക് ആയി പോകും. അപ്പം ഓരോ ചക്രങ്ങളിലും ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പം ഓരോരോ കാര്യങ്ങളുമായിട്ട്, ഓരോ വ്യക്തികളായിട്ടും ഓരോ ഫീൽഡുകളുമായിട്ടും, ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ എനർജി ഫീൽഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ഫീൽഡുകളിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരോ എനർജി ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അനുനിമിഷം ജീവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന സമയങ്ങളിൽ ചില നെഗറ്റീവായിട്ടുള്ള ഇംപ്രഷനുള്ള എനർജി ഫീൽഡുകൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ ചക്രങ്ങളിൽ ബ്ലോക്കുകൾ ഉണ്ടാകും. ഈ സ്ഥലങ്ങൾക്ക് അതിന് പ്രാധാന്യമുണ്ടോ? വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എനർജി എന്ന് പറയുമ്പോൾ പലരും നെഗറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയും. പക്ഷെ എനർജി എന്ന് പറയുന്ന സത്യത്തിൽ ഒന്നേ ഉള്ളൂ. അത് നമ്മൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ കരുതുന്നത് ചാർജുകളെയാണ്, എനർജിയാണ്. അപ്പൊ എനർജി ഒന്നേ ഉള്ളെങ്കിൽ അവിടെ എന്താണ് ഈ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് അനുഭവപ്പെടുന്നത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതെന്ന് പറയുന്നത് ഈ എനർജിയിലുള്ള ഫീൽഡുകളാണ്, എനർജി ഫീൽഡുകളാണ്. ഇപ്പം നെഗറ്റീവായിട്ടുള്ള ഇംപ്രഷൻ ഉള്ള ഒരു ഫീൽഡിലേക്ക് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ തീർച്ചയായിട്ടും ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു കൂട്ടക്കൊല നടന്ന ഒരു സ്ഥലം എന്ന് വിളിക്കാം. അവിടേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ഫീൽഡ് എന്ന് പറയുന്നത് അത്രയും ആളുകളുടെ ആ ഒരു ജീവിതം തീവ്രവേദനകളും കാര്യങ്ങളും ഉള്ള ഒരു ഫീൽഡ് അവിടെ നിൽക്കുന്നത്. എൻവയോൺമെന്റ് തന്നെ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ എൻവയോൺമെന്റിൽ ആ ഒരു ഇംപ്രഷൻസ് ഉണ്ട്, ആ ഒരു അൺഎംബഡഡ് ആയ ഇംപ്രഷൻസ് അവിടെ ഉണ്ട്. ആ ഇംപ്രഷൻ അവിടെ നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ഫീൽഡ് അതിലും താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കടന്നു ചെല്ലുന്ന സമയത്ത് നമ്മുടെ എനർജി ഫീൽഡിനെ അത് ബാധിക്കും. ഇവിടെ പോസിറ്റീവ് ഈ എനർജി അതിലേക്ക് ഇതാവും. അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ നിന്നുള്ള നെഗറ്റീവ് സ്ഥലകർമ്മയ്ക്കകത്ത് സാധനം വരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ്. അതെ. അതുപോലെ തന്നെ ചില വ്യക്തികൾ എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻ മാത്രമുള്ള വ്യക്തികളായിരിക്കും, ചിന്തകളിലൂടെ അവരുടെ ആത്മസംഭാഷണത്തിലൂടെ. അപ്പൊ അതിലൂടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള വ്യക്തികളായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ നെഗറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻസ്, എനർജിയുടെ ഇംപ്രഷൻസ് നമ്മളിലേക്ക് നമുക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മൾ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അതുപോലെ ചില ആളുകളില്ലേ, ഇപ്പൊ ഈ കണ്ണു വെക്കുന്ന ആളുകൾ, കണ്ണു വെക്കുക എന്നൊക്കെ പറയുന്നത്, ഈ കണ്ണു വെക്കുക എന്നൊക്കെ പറയുന്നത് ഇതാണ്. ആ ഒരു ഫീൽഡിലേക്ക് അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു എനർജിയുടെ ആ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഫീൽഡിൽ ആ ഒരു നെഗറ്റിവിറ്റി അവിടെ നെബറേറ്റ് ആവുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം നല്ല കാഴ്ച കൊണ്ടൊക്കെ ഇരിക്കുന്ന മാവിനെ ഒക്കെ നോക്കിയിട്ട് ഇത് ചില ആളുകൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മാവ് ഉണങ്ങി പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ശരിയാ, അവരുടെ ആ ഒരു ശരിക്കും അവർ പോലും അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ്. ഉണ്ടാവില്ല. അപ്പൊ അവരിൽ നിന്ന് പുറപ്പെടുന്ന എനർജിയുടെ ആ നെഗറ്റീവ് എനർജി വൈബാണ്. നെഗറ്റീവ് എനർജി പറഞ്ഞാൽ നെഗറ്റീവ് ഇംപ്രഷൻ ഉള്ള എനർജി ഫീൽഡിലേക്ക് അത് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ അങ്ങനെയുള്ള ആളുകളെയും സ്ഥലങ്ങളെയും ഒക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകളിലും നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ നമ്മളെ മനുഷ്യനെ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണല്ലോ അട്രാക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ അല്ല, അതെന്താ അറിയോ, ഈ പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പത്രം വിറ്റുപോകും. അതിന് 90% എന്നല്ല 100% അവർക്കത് മനുഷ്യൻ 86% പീപ്പിൾസ് ആർ അൺഹാപ്പി ഇൻ ദ വേൾഡ് എന്നാണ് സർവേ 86% അൺഹാപ്പിയാണ്. ഈ 86% അൺഹാപ്പി ആളുകൾക്ക്
അൺഹാപ്പി ന്യൂസ് അല്ലാതെ ഹാപ്പി ന്യൂസ് അവർക്ക് പിടിക്കല. അപ്പൊ അതുകൊണ്ടാണ് ഇവരിലേക്ക് മെജോറിറ്റിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. സീരിയൽ ആണെങ്കിലും എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ ഇതിനകത്ത് കൊടുക്കുന്നത്? 86% അൺഹാപ്പി ആളുകൾ ഇതാ വേണ്ടിയത്. അവരുടെ ഫുഡാണ്. മാത്രമല്ല ഇപ്പം നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് കേൾക്കുന്നു. അപ്പൊ നമ്മൾ ആ ന്യൂസ് കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന പറഞ്ഞാൽ ആ ന്യൂസിലുണ്ടായ സംഭവം അതെന്ത് തന്നെയാണെങ്കിലും അത് എന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ഞാൻ അതിലും നന്നായിട്ട് മാനേജ് ചെയ്യും. അപ്പൊ ഞാൻ കുറച്ചുകൂടെ നല്ല ആളാണ്, മറ്റവൻ അയൽവക്കക്കാരനെക്കാട്ടിലും ഇച്ചിരി കൂടെ നല്ല ആളാണ് ഞാൻ എന്നുള്ള ഒരു കോൺഫിഡന്റ് ആണ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് ന്യൂസുകൾ ഇപ്പം അയൽവക്കക്കാരന്റെ ഭാര്യ വേറൊരാളിലൂടെ ഒളിച്ചോടി പോയി എന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ അവിടെ സ്വയമേ വാർത്ത വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കാര്യം എന്റെ ഭാര്യ അങ്ങനെയൊന്നും പോയില്ല, അപ്പൊ നമ്മൾ പോസിറ്റീവായി. അപ്പൊ അങ്ങനെ നെഗറ്റീവിലൂടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആളുകളാണ് ഞാൻ കണ്ടിരിക്കുന്ന. കൂടുതലും ഈ നമ്മൾ ഈ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരെ അടി വന്നിച്ച് ഭയങ്കര നെഗറ്റീവ് അവര് സത്യത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയൂ. അവരതിലൂടെ അവര് സന്തോഷം കണ്ടെത്തും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനേക്കാൾ വലിയ ഒരാളായി മാറാനായിട്ടുള്ള പറയുന്നത് വഴി അയാള് എന്നെക്കാളും വലിയ മഹത്തരമായ ഒരാളായി ഇത് പുള്ളി തന്നെ വിശ്വസിക്കാം. ഒരു സെൽഫ് മാർക്കറ്റിംഗ്, ഒരു സെൽഫായിട്ട് പുള്ളി ഒരു സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നു, സെൽഫ് എസ്റ്റീമിൽ പുള്ളി അങ്ങിരിക്കുകയാണ്. പക്ഷെ അത് പുള്ളി അവിടെ നോക്കണം. ചിലപ്പോ 500 ലൈക്ക് കിടക്കുന്നിടത്തായിരിക്കും ഈ ഒരു നെഗറ്റീവ് സാധനം വന്നിരിക്കുന്നത്. 500 ഒരുത്തനായി ഞാൻ മാറി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ എനർജിയെ പറ്റിയും ഈ പറഞ്ഞ എനർജി ഫീൽഡുകളെ പറ്റിയും അതുപോലെ തന്നെ അതിന്റെ അകത്തുള്ള ഇംപ്രഷനെ പറ്റിയും ഒക്കെ നമ്മൾ സയന്റിഫിക്കലി പഠിക്കണം. എങ്കിൽ മാത്രമേ പ്രാണ എന്ന് പറയുന്ന തലത്തിൽ തന്നെയാണ് എല്ലാം വരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാണനെ എത്രമാത്രം വികസിപ്പിച്ചെടുക്കാവോ അതുകൊണ്ടാണ് ഒരു ശാസ്ത്രം തന്നെ ഗുരുവിനെ വെച്ചിട്ടുള്ള ശാസ്ത്രം തന്നെയുണ്ട്. ആ പ്രാണനെ വികസിപ്പിച്ചെടുക്കും തോറും നമ്മുടെ ബോധം പിന്നെ കൂടുതൽ വികാസം പ്രാപിക്കും. ശരിക്കും പറഞ്ഞാല് മനുഷ്യന്റെ ഒരു ബോധത്തിന്റെ വികാസം എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തോളമാണ്. കാരണം അത് പ്രപഞ്ചത്തിന്റെ അംശം തന്നെയാണല്ലോ. അതിനകത്ത് ഇത് പിന്നെ ഒന്നും കുറയ്ക്കാനും കൂട്ടാനും ഒന്നും ഇല്ല. ഒരു സെക്കൻഡ് ലെയർ എന്ന് പറയുന്ന പ്രാണന്റെ ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയായിട്ടാ കണക്ട് ചെയ്തിരിക്കുന്നത്. എവിടെയെല്ലാം പ്രാണനുണ്ടോ അവിടെ നമ്മുടെ ശ്വാസം കണക്റ്റല്ലേ. ഇപ്പം ഒരു സമുദ്രത്തിന്റെ ജലത്തിന്റെ കാര്യം പറയാം. ഒരു ജലകണം സമുദ്രത്തിൽ നിൽക്കുമ്പോൾ അത് സമുദ്രം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ പ്രാണനുള്ള സമയത്ത് നമ്മൾ ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെ ശരീരത്തിന്റെ അംശമാണ് നമ്മൾ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പ്രാണനെ വർക്ക് ചെയ്യാത്ത ഒരാൾക്ക് ഒരിക്കലും നമുക്ക് അയാൾക്ക് ആ ഒരു രീതിയിലേക്ക് അയാളുടെ ജീവിതത്തെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കൺജസ്റ്റഡ് ആയി പോയി. അപ്പൊ അതുകൊണ്ട് ഈ അഷ്ടാംഗയോഗത്തില് പതഞ്ജലി മഹർഷി ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞാല് അദ്ദേഹം അതുവരെയുള്ള യോഗമാർഗങ്ങളെല്ലാം എടുത്ത് ഇതാക്കിയിട്ടാണ് അനലൈസ് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ഈ അഷ്ടാംഗത്തില് അതിനൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പം അതിനകത്ത് തന്നെ പുള്ളി പറഞ്ഞു വെച്ചത് യമം, നിയമം, ആസനം, പ്രാണായാമം ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയുള്ളൂ. അപ്പം എന്താണ് യമം, എന്താണ് നിയമം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതൊന്നും പുള്ളി പറഞ്ഞു വെച്ചില്ല. അതിനുശേഷം പിന്നെ വന്ന പലരുമാണ് ഇപ്പൊ ബാക്കിയൊക്കെ വന്നത്. പക്ഷേങ്കില് അന്നേ ഇതറിയാം ഏതാ ഈ പറഞ്ഞ കാര്യങ്ങള് ഈ പറഞ്ഞ പ്രാണമയ കോശത്തിലും അന്നമയ കോശത്തിലും മനോമയ കോശത്തിലും ഒക്കെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ എന്നുള്ള കാര്യം അപ്പൊ തന്നെ മനസ്സിലായി. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അത് വെറുതെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങളല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ സർജറിയാണ് ഒരു ഇതിലൂടെ എല്ലാ തലത്തിലും, ഒരു തലത്തിലല്ല, ഈ പറഞ്ഞ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി എല്ലാം കറക്റ്റ് ചെയ്യാണ്. കറക്ഷനാണ് അത്. അതെ അത്രമാത്രം പ്രാപ്തനമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഈ ആ കണക്കിൽ എന്തെങ്കിലും വന്നൊരു ശാസ്ത്രജ്ഞൻ ഇനിയെങ്കിലും ഒരു മാറ്റം വരുത്താൻ നോക്കിയാൽ നടക്കില്ല. കാരണം മാറ്റം വരുത്താനില്ല, അത് പൂർണ്ണമാണ്. അല്ല അതുകൊണ്ടാണല്ലോ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പോയാൽ എന്താ പൂർണ്ണം തന്നെയാണ്, അല്ല വേറെ ഒന്നും അവിടെ അവശേഷിക്കുന്നില്ലല്ലോ. അതാണ് പുള്ളി ആ കണക്ക് എഴുതി വെച്ച കണക്കിൽ ഇന്ന ഇത്ര ശാസ്ത്രത്തിന്റെ കൗണ്ട്, ഇത്ര ശാസ്ത്രത്തിന്റെ കൗണ്ട് ഒന്നും മാറ്റാനില്ല. മൂന്നാമത്തെ നമ്മളിപ്പം പ്രാണനെ കുറിച്ച് പറഞ്ഞു. ഈ മനോമയ കോശത്തെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മനോമയ കോശം എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ മൈൻഡ് തന്നെയാണ്. Yasha Living, synchronizing the art, tactics and spirituality.